ഹായ് ഗൈസ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പിള്ളേർക്കൊക്കെ പനിയാണ് കേട്ടോ, പനി ജലദോഷം. ഇപ്പം എല്ലാ സ്ഥലത്തും പനിയൊക്കെ ഉണ്ട് തോന്നുന്നു. കുറേ ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കേട്ടോ, പനി തന്നെയായിട്ട്. പിന്നെ കുറേ റിലേറ്റീവ്സൊക്കെ പനിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ പനി ഭയങ്കര രൂക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ പനിയായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക കേട്ടോ. പിന്നെ പോണ വഴിക്ക് അവിടെ അടുത്തൊരു വായനശാല ഉണ്ട്, അവിടെ ഒന്ന് കയറണം. അവിടെ എനിക്കിന്ന് TD വാക്സിൻ എടുക്കാണ്ട് കേട്ടോ, 3ാം മാസത്തിലത്തെ. അപ്പോൾ അത് എടുക്കാൻ കൂടി ആയിട്ടാണ് പോയതും. അപ്പോൾ ഇവിടെ 12 മണി വരെ സമയമുള്ളൂ, അതാണ് ഫസ്റ്റ് പിടിക്കാൻ വന്നേട്ടാ. അപ്പോൾ ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് പിടിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇക്കായും തക്കുടും പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാനും റിച്ചൂസ് മാത്രമായിട്ട് അകത്ത് കയറിയിട്ടുള്ളൂ. റിച്ചുവിനായിട്ട് പിന്നെ അകത്ത് കയറിയുള്ള കാര്യം പറയണ്ടല്ലോ, ഭയങ്കര വികൃതിയാവും. അവെല്ലാ കസാരേൻ്റെ മുകളിലും പൊത്തിപ്പിടിച്ച് കയറാനും എല്ലായിടത്തും ഓടി നടക്കാനൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പം എന്തായാലും അവ നടക്കട്ടെ, തന്നെ ചെറിയ കുട്ടിയല്ലേ വെച്ചിട്ട് ഞാനും അങ്ങനെ വിട്ടേക്കാണ്. അങ്ങനെ വാക്സിനൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്രോൾ പമ്പിലേക്കാണ് പോയത്. പെട്രോൾ അടിച്ചിട്ട് വേണം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ, അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും വെച്ച് നിൽക്കും. അപ്പോൾ പെട്രോൾ അടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ പാടത്ത് നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ഭംഗിയായിട്ട് ഈ പാടം കാണാൻ എപ്പോഴും. ഇപ്പോൾ കുറേ വെള്ളമൊക്കെ കയറിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അത്തിപ്പഴന്മാരുണ്ട് കേട്ടോ, അപ്പോൾ അതും വന്നാൽ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ആരും പൊട്ടിക്കാറില്ല കേട്ടോ, വെറുതെ നിലത്ത് ചീഞ്ഞ് പോവുകയാണ്. കുറേ സ്ഥലങ്ങളിൽ കുറേ ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ ഈ അത്തിപ്പഴം കൊണ്ട്, വയറുവേദനയ്ക്കും അങ്ങനെ കുറേ പ്രതിരോധ ശക്തിക്കൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, നമുക്ക് അറിയില്ലല്ലോ എന്താ സംഭവം. അതുകൊണ്ടാവും ആരും അധികം എടുക്കാറില്ല കേട്ടോ. പിന്നെ പോണ വഴിക്ക് തന്നെ ഞങ്ങളൊന്ന് ഷോറൂമിൽ കയറിയിട്ടാ, വണ്ടീൻ്റെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടി എടുത്തത്. വണ്ടി എടുത്തപ്പോൾ തൊട്ടേ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവരോട് അതൊക്കെ പറയുമായിരുന്നു. വണ്ടിക്ക് ഇപ്പോൾ ആക്സിലേറ്റർ കേബിളിന് ചെറിയൊരു പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി ചോദിച്ചേക്കായിരുന്നു. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 600 രൂപയാവും കേട്ടോ. അപ്പോൾ എന്താണ് കേബിളിന് കൂടിയിട്ട് 250 രൂപയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഫീസായിട്ട് 300 രൂപ 350 രൂപ വരും ഇതൊന്ന് മാറ്റി വെക്കണേന്. അപ്പോൾ ഞങ്ങൾ പറയുകയാണ്, ഇപ്പോൾ കേബിൾ വയറിനേറ്റും കൂടുതലായാലും ഇവർ മാറ്റി വെക്കണ സർവീസ് ചാർജിന് വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറ്റിയില്ല കേട്ടോ. ഷോറൂംകാർ നന്നായിട്ട് പൈസ വാങ്ങുന്നുണ്ട് കേട്ടോ, അവരുടെ സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട്. പണിയെടുക്കണതിൻ്റെ കാശാ പറഞ്ഞിട്ടാണ് വെറുതെ വാങ്ങുന്നത്. വെറുതെ ഒരു വയറ് മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പിന്നീട് ആവാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണം. ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഏകദേശം 12 മണി 12:30 ആവാറാകുമ്പോഴാണ് ഞങ്ങൾ വന്നത്. എൻ്റെ വാക്സിൻ എടുക്കലും അതുപോലെ വണ്ടീൻ്റെ ഷോറൂമിൽ കാണിച്ചിട്ടൊക്കെ വരുമ്പോൾ ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേരിനൊക്കെ കാണിച്ചു. പിന്നെ മരുന്നൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്കായിട്ട് പോയത്. വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പൈസ കിഴിവുണ്ടാവിച്ചിട്ട് അവിടെ പോയിട്ട് വണ്ടി നോക്കാമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് വണ്ടിക്ക്, തൽക്കാലം ഒന്ന് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെയാണ് വയറുകൾ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ചാൽ കുറേ നേരം അവിടെ നിന്നപ്പോഴേക്കും വയ്യാണ്ടായപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ ഒരു കസാരയിൽ കയറിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥലം പരിസരം ഒന്നും നോക്കിയില്ല, വയ്യാണ്ടായപ്പോൾ വേഗം കയറി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നിറച്ച ആൾക്കാർ പോണവരൊക്കെ എന്നെ നോക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ട് വയ്യാത്തോണ്ടാട്ടോ അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് എനിക്ക് ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം, തല കറങ്ങണോണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ലൈം കുടിക്കാൻ വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കട ഉണ്ട് കേട്ടോ, പിള്ളേരുടെ കളിപ്പാട്ട കട. അപ്പോൾ തക്കുടിനെ ഇവിടെ നിർത്തിയിട്ട് തക്കുടിന് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കാണ്. തക്കുടിനായി പോയി കഴിഞ്ഞാൽ പിന്നെ കടയിലുള്ളത് ഫുള്ളും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, അവനെല്ലാം ആവശ്യമുള്ളതായിട്ട് വരും കേട്ടോ. അപ്പോൾ അവനവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ അവൻ വെക്കാൻ ഇവിടെ എത്തി നോക്കുക കേട്ടോ എന്താ സംഭവം എന്ന്. അങ്ങനെ ലൈമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന്, വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് കായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഉണ്ടെങ്കിൽ എന്തായാലും പുട്ട് നിർബന്ധമായിട്ട് എനിക്ക് ബീഫും പുട്ടും ആ കോംബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പുട്ട് ഉണ്ടാക്കുക വെച്ചെങ്കിൽ രാത്രിക്കൊക്കെ ആയിട്ട് വേറെ ചോറ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 നേരം ചോറ് വെക്കാട്ടാ ചെയ്യാറ്, രാവിലെയും വൈകിട്ടും വെക്കും. അപ്പോൾ ഇന്ന് എന്തായാലും കാലത്തെ ചോറ് ഇരിക്കുന്നുണ്ട് കുറച്ച്, അതുകൊണ്ട് വൈകിട്ട് വെക്കേണ്ട. പുട്ടുള്ളതുകൊണ്ട് ഞാനൊക്കെ പുട്ട് കഴിക്കും. പിന്നെ പുട്ടൊക്കെ കഴിക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമാണ് ബീഫ് കറി ഉണ്ടെങ്കിൽ പുട്ട് കഴിക്കാൻ. പിന്നെ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. ഞാൻ കുറേ നന്നായിട്ട് വേവിക്കൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുറേ വിസിലടിക്കണമെന്ന്, പക്ഷെ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല മൂപ്പുള്ള ഇറച്ചിയാണെന്ന് വിചാരിച്ച്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ വെന്തു. അപ്പോൾ ബീഫ് അങ്ങനെ വെന്തപ്പം പിന്നെ കായ ഇട്ട് കൊടുത്തു കേട്ടോ. കായ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബീഫിൽ. ഞാൻ ബീഫിനായിട്ടും കൂടുതൽ കായാണ് തിന്നൊക്കെ ഇഷ്ടമാട്ടോ ബീഫിൽ കായിടുക. അതുപോലെ ഏട്ടത്തല കറി ഇല്ലേ, ഏട്ടൻ്റെ മണ്ട, അതിൽ കായ ഇട്ടിട്ട് വയ്ക്കുക, അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ എൻ്റെ അടുക്കളത്തെ ഡ്യൂട്ടിയൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ ഉച്ചരിഞ്ഞപ്പോൾ വെയിലൊക്കെ നാറിയപ്പോൾ പിള്ളേരായിട്ടൊന്ന് പുറത്തിറങ്ങിയതാട്ടോ വീടിൻ്റെ മുറ്റത്ത്. കാരണം അവർക്ക് ഉച്ചരിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങടേലൊക്കെ കളിക്കാൻ ഇറങ്ങണം, അത് നിർബന്ധമാട്ടോ. കാരണം വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് അവർക്ക് ഭയങ്കര മടുപ്പാണ്. ഇപ്പോൾ പനിയും കൂടി ആയതുകൊണ്ട് വീടിൻ്റെ അകത്ത് തന്നെ എപ്പോഴും ഇരിക്കല്ലേ. അപ്പോൾ ഒന്ന് വെയിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പിള്ളേരായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവരവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. റിച്ചു എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും നേരെ കടയ്ക്കായിട്ട് പോവുക മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് മിഠായി വാങ്ങിച്ച് വരലാണ് പതിവ്. ഞാനും അവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വണ്ടികൾ എപ്പോഴും വരും ഈ വഴി കൂടെ. അപ്പോൾ വണ്ടികൾ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിള്ളേരുടെ കൂടെ ഞാൻ നിന്നില്ലെങ്കിൽ ശരിയാവില്ല. തക്കുട് വെച്ചെങ്കിൽ വണ്ടി വരുന്ന കണ്ടാലും മാറി നിൽക്കില്ല കേട്ടോ. അവ അവിടെ തന്നെ നിൽക്കും സ്റ്റക്കായിട്ട്. അപ്പോൾ ഞാൻ വേണം മാറ്റി നിർത്താൻ പറഞ്ഞു കൊടുക്കാനൊക്കെ. പിന്നെ
2-3 വീട് നോക്കാണ്ടായിരുന്നു കേട്ടോ നമുക്ക് വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ നിന്ന്. കാരണം ഞങ്ങൾ ഈ വീട് അടുത്ത മാസം മാറുകയാണ്. കാരണം നിറച്ച് പുല്ല് വന്നേക്കണം കേട്ടോ വീട്ടിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഓണറോട് വെട്ടിത്തരാൻ പറയുമ്പോൾ അവരാരും വെട്ടിത്തരാൻ കൂട്ടാക്കണില്ല. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നത് ഞങ്ങൾ വിചാരിച്ച ആദ്യം നല്ല തണലാവുന്നതാണ്. പക്ഷേ മഴക്കാലമായപ്പോൾ ഈ മരങ്ങളൊക്കെ പൊട്ടിയിട്ട് ഓടിൻ്റെ മുകളിലേക്ക് വീഴുക കേട്ടോ. അതൊന്ന് മുറിച്ച് നീക്കണം എന്ന് പറയുമ്പോഴും അവർ കേൾക്കണില്ല. പിന്നെ ഓടൊക്കെ ഭയങ്കര ചോർച്ചയാണ്. ഈ മരക്കഷ്ണങ്ങളൊക്കെ പൊട്ടി വീണിട്ട്. അപ്പോൾ അതും ശരിയാക്കി തന്നിട്ടില്ല, പുല്ലും വെട്ടി തന്നിട്ടില്ല, വീട്ടിലൊരു കാര്യം ചെയ്തു തരുന്നില്ല. അവർ പറയുമ്പോൾ വാടക മാത്രം കൃത്യമായിട്ട് 4000 രൂപ വെച്ച് വാങ്ങിക്കേണ്ട എല്ലാ മാസം. വാടക മാത്രം അങ്ങനെ മാസം വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ ചെയ്ത് തരണ്ടേ. പിന്നെ ഇരിക്കുന്ന വിറകൊക്കെ അവരുടെ ആണ് കേട്ടോ. ഇതുവരെയായിട്ട് എടുത്ത് മാറ്റിയിട്ടും കൂടി ഇല്ല. അതിൻ്റെ ഉള്ളിൽ ചെതൽപ്പൊടി പോലും ഇട്ടിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പാമ്പിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് ഞങ്ങൾ എന്തായാലും ഈ വീട് മാറാൻ പോവുകയാണ്. ഇനി എടുക്കുന്ന വീട് എന്തായാലും നോക്കിയിട്ട് നല്ല രീതിക്കൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ ബൈ.